വലിയ പാലത്തിൻ്റെ തൊട്ട് താഴെ അവിടെ സാധാരണയായിട്ട് അവിടെ ബോഡിയൊക്കെ വന്ന് വരുന്ന സ്ഥലമുണ്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സാമ്പത്തികപരമായ ഒരു പ്രശ്നമുണ്ട് അവന്. അവൻ്റെ വീടും ബസ്സും ഒക്കെ ജപ്തിയായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്തതെന്നാണ് തോന്നുന്നത്. കൊല്ലം ഇത്തിക്കരയാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കാണാതായി. ചാത്തന്നൂർ കോതേരി സ്വദേശി 53 വയസ്സുള്ള രാജശേഖരൻ നായരെയാണ് കാണാതായത്. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്നലെ രാവിലെ 11 മണിയോട് കൂടി ഇത്തിക്കര പഞ്ചർ കടയ്ക്ക് സമീപം വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നത് കണ്ടവരുണ്ട്. ഏറെ നേരമായിട്ടും കാണാഞ്ഞതിനാൽ സഹപ്രവർത്തകരാണ് ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകിയത്. ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്കാണ് വണ്ടി അവിടെ കൊണ്ടുവന്നിട്ടത്. വണ്ടി കൊണ്ടിട്ട് താക്കോൽ അതിനകത്ത് ഇട്ടിട്ട് അവ ഇറങ്ങി നടന്നു വരികയായിരുന്നു അവിടെ. അപ്പം ഒരു 11 മണിയോടുകൂടി ഈ ടയർ കടയിലെ പുള്ളി ഈ വണ്ടിയുടെ മുതലാളിയെ വിളിച്ച് പറഞ്ഞു. അത് പറഞ്ഞതനുസരിച്ച് മുതലാളി എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഞാനും എൻ്റെ സഹപ്രവർത്തകനോടെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വണ്ടിയുടെ താക്കോലെല്ലാം അധികം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ ഈ ആറ്റിൻ്റെ സൈഡിലെല്ലാം നോക്കിയായിരുന്നു. നോക്കിയപ്പോൾ കണ്ടില്ല. അന്നേരം അപ്പുറത്തെ കടയിൽ ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചി പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 11:30 ഞാൻ തന്നെയാണ് സ്റ്റേഷനിൽ ആദ്യമായിട്ട് പോയി റിപ്പോർട്ട് ചെയ്തതും പരാതി കൊടുത്തതും എല്ലാം. പിന്നെ അവൻ്റെ വീട്ടിലറിയിച്ച് തുടർന്ന് പരവൂർ ഫയർ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും പരവൂർ ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം തിരച്ചിൽ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾ പരവൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ അരുൺകുമാർ നമ്മോട് പങ്കുവയ്ക്കും. അത് ഇന്നലെ രാത്രി പോലീസിൽ നിന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് പരവൂർ ഫയർ സ്റ്റേഷനിൽ കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി സെർച്ച് ചെയ്യാനുള്ള ഒരു സാങ്കേതിക തടസ്സമുള്ളത് കൊണ്ട് മഴയും പിന്നെ രാത്രി നമ്മൾ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പരവൂർ ഫയർ സ്റ്റേഷൻ്റെ ടീമും നമ്മളെ സ്റ്റേഷൻ ഓഫീസർ ഗിരീഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ കൊല്ലത്തു നിന്നുള്ള സ്കൂബ ടീമുമായിട്ട് ഇന്ന് രാവിലെ 9 മണി വരെ നമ്മൾ സെർച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം സ്കൂബ ഉപയോഗിച്ച് നല്ല ശക്തമായ അടിയൊഴുക്കുള്ളത് കൊണ്ട് ഇറങ്ങി സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സർഫസ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഈ ഭാഗത്ര നോക്കിയിട്ട് ഇത്തിക്കര പാലത്തിൻ്റെ വലിയ പാലത്തിൻ്റെ തൊട്ട് താഴെ അവിടെ സാധാരണയായിട്ട് അവിടെ ബോഡിയൊക്കെ വന്ന് വരുന്ന സ്ഥലമുണ്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ചാത്തന്നൂർ സ്വദേശിയായ രാജശേഖരൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹമാണ് മിസ്സായെന്ന് അറിയുന്നത്. പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണത്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെ തന്നെ മിസ്സിംഗ് ആയ സ്ഥിതിക്ക് ഇന്ന് എവിടെയെങ്കിലും ബോഡി പൊങ്ങാനുള്ള സാധ്യത ഉള്ളതല്ലേ? അത് പക്ഷേ ഈ ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ട് താമസം വരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കണ്ടെത്തുന്നവരെ നമ്മളെ ശ്രമം നടക്കും. കൊല്ലം ഫയർ റെസ്ക്യൂ ആൻഡ് സ്കൂപ്പ ടീം ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായിട്ടില്ല. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടേറുകയാണ്. ഇന്നലെ രാവിലെ ഒരു 10 മണിയോട്ടാണ് കാണാതായത്. ഇവിടെ അടുത്തൊരു ടയർ കടയുടെ മുന്നിൽ വണ്ടി കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് നടന്നു പോയത്. ആ കടയിലെ പയ്യനെ അറിയായിരുന്നു. ആ കടയിലാണ് അവർ വണ്ടിയുടെ പണിക്കും ടയറിൻ്റെ കാര്യത്തിനൊക്കെ വരുന്നത്. അപ്പോൾ ആ പയ്യൻ വിചാരിച്ചു വേറെ എന്തോ ആവശ്യത്തിന് പോയായിരിക്കും എന്നാണ് വിചാരിച്ചു. അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ആളിനെ കാണാത്തതുകൊണ്ട് ഇറങ്ങി നോക്കിയപ്പോൾ വണ്ടിയിൽ ചാവിയൊക്കെ വണ്ടി കിടപ്പുണ്ട്. ആളിനെ കാണാനില്ല. ആ വണ്ടിയുടെ ഉടയനയൊക്കെ അറിയാവുന്നതുകൊണ്ട് അയാൾ വിളിച്ച് വിവരം പറഞ്ഞു. ഇങ്ങനെ വണ്ടി കൊണ്ടിട്ടിട്ട് പോയി. വണ്ടിയുടെ ഉടയന, വാഹനത്തിൻ്റെ ഉടയന, വാടകയ്ക്ക് ഓടുന്ന വണ്ടിയായിരുന്നു അല്ലേ? വണ്ടി അതൊരു വർഷാപ്പുകാരൻ്റെ വണ്ടിയാണ്. അങ്ങനെ ആ പുള്ളിയെ വിളിച്ച് വിവരം പറഞ്ഞു. ഇങ്ങനെ വണ്ടി കൊണ്ടിട്ടിട്ട് ആളങ്ങോട്ട് നടന്നു പോയി, കാണുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സ്റ്റാൻഡിൽ അറിയിച്ചു. ഇപ്പോൾ സാമ്പത്തികപരമായ ഒരു പ്രശ്നമുണ്ട് അവന്. അവൻ്റെ വീടും ബസ്സും ഒക്കെ ജപ്തിയായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്തതെന്നാണ് തോന്നുന്നത്. പിന്നെ വീട്ടിലൊന്നും ഭാര്യയായിട്ടൊന്നും വേറെ വഴക്കും കാര്യങ്ങളൊന്നുമില്ല. ഭാര്യ അവിടെ കൊല്ലത്തെ എസംകുളത്തിനടുത്തുള്ള ലക്ഷ്മി എന്ന് പറയുന്ന ബേക്കറി ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുകയാണ്. 2 പിള്ളേരാണ്. മൂത്തത് ഒരു മോനും, അവന് ചെറിയ ബുദ്ധിമാന്ദ്യം ഉള്ളതാണ്. പിന്നെ അത് ഇളയത് ഒരു പെങ്കൊച്ചാണ്. കൊച്ചിപ്പം നഴ്സിങ്ങിന് പഠിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. നമ്മൾ ഈ കാണുന്ന കണക്കല്ല. അപ്പോൾ ഈ തൊട്ടടുത്ത കടയിലേക്ക് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ചാടിയാലും കിട്ടത്തില്ല, ബോഡി അങ്ങ് കായലിലോട്ട് പോയി കാണുമെന്നാണ് പറയുന്നത്. പിന്നെ എവിടെയെങ്കിലും കുരുങ്ങിയിരുന്നാൽ നമുക്ക് കാണാം, അല്ലാതെ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. സഹപ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് രാജശേഖരന്റെ വീടും വസ്തുവും ജപ്തിയായിരിക്കുന്നു എന്നതാണ്. ആത്മഹത്യ ചെയ്യാൻ വേറെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് ആർക്കും വ്യക്തമല്ല. പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്നും മൊഴിയെടുത്തു. റബ്ബർ ഡിങ്കി ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തിക്കരയാർ ദിവസങ്ങളായി കരകവിഞ്ഞൊഴുകുകയാണ്. ശക്തമായ ഒഴുക്കുള്ളതിനാൽ മൃതദേഹം കായലിൽ എത്തിയോ എന്നാണ് നിഗമനം. ഒഴുക്ക് ശക്തമാണെങ്കിലും ഫയർഫോഴ്സിന്റെ ഉപരിതല തിരച്ചിൽ ശക്തമായി നടക്കുന്നു.